നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുന്നു. ഇന്നും പുതുതായി ചിലരുണ്ട് എന്നാണ് പേരുകൊണ്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളവരെ പ്രത്യേകം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും കർത്താവിന്റെ വരവ് താമസാൽ ഈ ശുശ്രൂഷയിൽ പതിവായി സംബന്ധിപ്പാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ പതിവായി സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവര് ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളും മറ്റു വിവിധ ബന്ധപ്പാടുകളുടെ ഒക്കെ നടുവിൽ, ജോലി തിരക്കിന്റെ നടുവിൽ ഒക്കെ സംബന്ധിക്കുന്നവരുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും പ്രത്യേകം സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. 1 Corinthians chapter 10 verse 13. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് 10-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ആ ഭാഗത്ത് നിന്ന് അല്പമായിട്ടൊക്കെ ചിന്തിപ്പാനാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും 12-ാം വാക്യത്തിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ സമയം തീരുകയും നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് 13 മുതലുള്ള ചില വാക്യങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും 13-ാം വാക്യത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശം തന്നത്. ഒക്കെ ദൈവത്തിന്റെ ഹിതമാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ വളരെ പ്രാർത്ഥനയോടെ ദൈവഹിതപ്രകാരം ദൈവം തരുന്ന ആലോചനയും ആശയങ്ങളും ഒക്കെ പറയുവാനാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. ആ നിലയിൽ ഇന്ന് ദൈവാത്മാവ് എനിക്ക് നൽകിയത് ഈ 13-ാം വാക്യത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ്. 13-ാം വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കണമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ആശയങ്ങളൊക്കെ ഇതിനു മുൻപ് പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം പഠിച്ചപ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം പഠിച്ചപ്പോഴൊക്കെ ഈ പരീക്ഷയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുകയും ഈ വാക്യമൊക്കെ അന്നേരം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് പിന്നെയും കേൾക്കുവാൻ ദൈവം നമുക്കൊരവസരം കൂടെ തന്നിരിക്കുകയാണ്. ദൈവവചനമായതുകൊണ്ട് ആവർത്തന വിരസതയില്ലല്ലോ. അപ്പോൾ തന്നെ ചില പുതിയ ചിന്തകളും സ്വർഗത്തിലെ ദൈവം തീർച്ചയായും തരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഭാഗമൊക്കെ ധ്യാനിച്ചപ്പോൾ അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പുതിയ ചിന്തകളും കർത്താവ് തരിക ഉണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് പരീക്ഷയെ പറ്റിയാണ്. വിശ്വാസികൾ നേരിടുന്ന പരീക്ഷയെ പറ്റിയാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. നമ്മൾ പഠിച്ചതുപോലെ വിശ്വാസികളുള്ള ബന്ധത്തിൽ 3 തരത്തിലുള്ള പരീക്ഷകളെ അവർ നേരിടേണ്ടതായി വരും. ഒന്ന്, ദൈവം നേരിട്ട് നൽകുന്ന പരീക്ഷകൾ എന്ന് നമ്മൾ സാധാരണ എക്സാമ്പിളായിട്ട് പറയുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിലെ സംഭവമാണ്. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. വലിയൊരു പരിശോധന, വലിയൊരു പരീക്ഷ, വിശ്വാസത്തിന്റെ പരീക്ഷയായിരുന്നു. അങ്ങനെയുള്ള പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിലും വരും എന്നുള്ളതാണ്. ദൈവം നമുക്ക് പരീക്ഷ തരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറഞ്ഞ നമ്മുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമാണ്. പരീക്ഷ പൊതുവെ എല്ലാവർക്കും താല്പര്യമില്ലാത്ത ഒന്നാണ്. നമുക്കറിയാം, പഠിക്കുന്ന കുട്ടികളൊക്കെ പരീക്ഷ വേണ്ട എന്നാണ് പലരുടെയും ആഗ്രഹം. വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ പൊതുവെ പരീക്ഷയൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ പഠിത്തത്തെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ എങ്ങനെയുണ്ട് മോനെ പഠിത്തം എന്ന് ചോദിച്ചാൽ അവർ സാധാരണ പറയുന്ന മറുപടി കുഴപ്പം ഇല്ല എന്നാണ്. പിന്നെ കുഴപ്പമുണ്ടോ എന്ന് അറിയണമെങ്കിൽ പരീക്ഷ നടത്തിയേ പറ്റത്തുള്ളൂ. പരീക്ഷ നടത്തുമ്പോഴാണ് നന്നായി പഠിച്ചത് ആരാണ്, ഉഴപ്പി പഠിച്ചത് ആരാണ്, ഒട്ടും പഠിക്കാഞ്ഞത് ആരാണ് എന്നൊക്കെ തെളിയുന്നത് പരീക്ഷ നടത്തുമ്പോഴാണ്.
ഇതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാം കുഴപ്പമില്ല എന്ന് പറയും, നല്ല വിശ്വാസ ജീവിതമാണെന്ന് പറയും. എന്നാൽ വിശ്വാസത്തിന്റെ ചില പരിശോധന വരുമ്പോഴാണ് നാം വിശ്വാസത്തിൽ എത്ര ഉറച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസത്തിന്റെ ചില പരിശോധന വരുമ്പോഴാണ്. അങ്ങനെ ചില പരിശോധനകൾ, പരീക്ഷകൾ ദൈവം നമുക്ക് തരാറുണ്ട്. അത് നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ അനുഗ്രഹത്തിനാണ്, നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താനാണ്. പരീക്ഷ എപ്പോഴും അതിനാണല്ലോ, നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താനാണ്. ഇങ്ങനെ പരീക്ഷ നാം നേരിടേണ്ടതായി വരും. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, ദൈവം അനുവദിക്കുന്ന പിശാചിനെ ചിലപ്പോൾ നമ്മളെ പരീക്ഷിക്കാനായിട്ട് അനുവദിക്കും. അത് നമുക്ക് ധാരാളമായി തിരുവഴുത്തിൽ നിന്ന് കാണാൻ കഴിയും. യോബിന്റെ ജീവിതത്തിൽ പിശാച് അനുവാദം ചോദിക്കണം. യോബ് വെറുതെ അല്ല ഭക്തനായിരിക്കുന്നത്, നീ അവന് ചുറ്റും, അവനും അവന്റെ വീടിന് ചുറ്റും, അവനുള്ള സകലത്തിന് ചുറ്റും വേലി കെട്ടി അവനെ ഭദ്രമായി സൂക്ഷിക്കുന്നു. അവന് നല്ല ആരോഗ്യം, നല്ല സാമ്പത്തിക സ്ഥിതി, മക്കൾ, ധാരാളം മക്കൾ, ദാസ്യ സമ്പത്ത്, മൃഗസമ്പത്ത് തുടങ്ങി ഇതെല്ലാം അവന് നീ കൊടുത്തിരിക്കുന്നു, അതിനെയെല്ലാം വേലി കെട്ടി സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നീ വേലി പൊളിച്ചു കൊള്ളുക, ദൈവം അനുവദിക്കുകയാണ്, അവന്റെ പ്രാണനെ മാത്രം തുടരുത് എന്ന് പറഞ്ഞു. അപ്പൊ പിശാചിനെ അനുവദിക്കുക. അത് എന്തിനാണ് പിശാചിനെ അങ്ങനെ അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിശാചിന്റെ മുൻപിലും നമ്മുടെ വിശ്വാസത്തിന്റെ യോഗ്യത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആത്മീയമായ യോഗ്യത പിശാചിന്റെ മുൻപിലും വെളിപ്പെടുത്തുവാൻ ദൈവം അങ്ങനെ ചിലപ്പോൾ അനുവദിക്കും. അത് പൗലിന്റെ ജീവിതത്തിലെ കാര്യവും നമുക്കറിയാം. സാത്താന്റെ ദൂതനെ, തന്റെ ശരീരത്തിലെ രോഗത്തെക്കുറിച്ച് വായിക്കുന്ന അങ്ങനെയാണ്, സാത്താന്റെ ദൂതനെ എന്നെ കുത്തുവാൻ തന്നെ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ പരിശോധന തരും. അതിന്റെ ഉദ്ദേശവും പിശാചിന്റെ മുൻപിൽ നമ്മുടെ യോഗ്യത വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പിശാച് നമ്മെ നേരിട്ട് പരീക്ഷിക്കാറുണ്ട്. അത് നമ്മൾ ഏദൻ തോട്ടത്തിൽ കാണുന്നു. പിശാച് ഹവ്വയെ നേരിട്ട് പരീക്ഷിച്ചത്. പിശാച് പരീക്ഷിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മളെ അപകടപ്പെടുത്താനാണ്, നമ്മളെ വീഴ്ത്താനാണ്, പാപത്തിൽ വീഴ്ത്താനാണ് എന്നുള്ളതാണ്. നമ്മൾ 12-ാം വാക്യത്തിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുവാൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നാണ്. ഇതിന്റെ മുകളിലത്തെ വേദഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ. പാപത്തിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമുക്ക് അനുവദിക്കുന്ന, ദൈവം തരുന്ന പരീക്ഷ, അതൊന്നും നമ്മൾ വീണു പോകാനോ, പാപത്തിൽ വീണു പോകാനോ, ദോഷം വരാനോ അല്ല എന്നുള്ളതാണ്. പകരം നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താൻ, നമ്മളെ കുറെ കൂടെ കൊള്ളാവുന്നവരാക്കി തീർക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പലപ്പോഴും പരീക്ഷകൾ തരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 3 തരത്തിലുള്ള പരീക്ഷയുണ്ട്. അതിൽ പിശാച് തരുന്ന പരീക്ഷ നമുക്ക് വേണ്ട. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാനായി പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ച ഒരു വാചകമുണ്ട്. അവിടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്കൽ നിന്ന് കാത്തുകൊള്ളണമേ. ദുഷ്ടൻ എന്നവിടെ പറഞ്ഞിരിക്കുന്ന പിശാചിന്റെ വേറൊരു പേരായിട്ടാണ്. ദുഷ്ടൻ, പിശാച്. പിശാചിന്റെ പരീക്ഷയിൽ നമ്മൾ വീഴരുത്. അത് നമുക്ക് അപകടമാണ്. അത് നമ്മളെ നശിപ്പിക്കാനാണ്, നമ്മെ വീഴ്ത്തിക്കളയാനാണ്, നമ്മളെ തകർക്കാനാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽപ്പാൻ, ആ പരീക്ഷയിൽ പെട്ടുപോകാതിരിപ്പാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് നിൽക്കുന്നു എന്ന് തോന്നാൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അതീവ ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവം നേരിട്ട് തരുന്നതും ദൈവം അനുവദിക്കുന്നതുമായ പരിശോധനകൾ നമുക്ക് അനുഗ്രഹമാണ്. ദൈവം നമുക്ക് പരീക്ഷ തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട്. അത് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കൊന്ന് വായിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് 1:13. യാക്കോബ് 1:13. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു,
താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസമുള്ള വാക്യമാണ്. പാപം ചെയ്യാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആരും പറയരുത് അത് ദൈവത്താൽ ഉണ്ടായ പരീക്ഷയാണ് എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. പാപം ചെയ്യാനുള്ള പരീക്ഷ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ചിലർ പാപം ചെയ്യാനുള്ള പരീക്ഷ പോലും ദൈവത്തിന്റെ മേൽ കെട്ടിവെക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർക്കുന്നതാണ്, ദൈവം ഏദൻ തോട്ടത്തിൽ ആ വൃക്ഷം വെച്ചത് കൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അത് ദൈവത്തിന്റെ മേൽ കുറ്റം ചുമത്തുക. മറ്റൊന്ന്, അത് തിന്നരുതെന്ന് പറഞ്ഞതല്ല ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൊ ദൈവത്തിന്റെ മേൽ നമ്മുടെ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. മനുഷ്യന്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളിന്റെ മേൽ കെട്ടിവെക്കാൻ നമ്മൾ ശ്രമിക്കുക, അത് സ്വാഭാവികമാണ്. എന്നാൽ ചിലർ ദൈവത്തിന്റെ മേൽ കെട്ടിവെക്കാനും ശ്രമിക്കുക. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. പലപ്പോഴും നമ്മൾ ആ വാക്യം ചിന്തിച്ചിട്ടുണ്ട്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് എന്ന് പറയുന്നതിന്റെ ആശയം നമ്മൾ എബ്രായർ 4:15 അതിന്റെ വിശദീകരണം കാണുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെയാണ്. എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ദാഹത്തിന്റെ കാര്യത്തിൽ കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ക്ഷീണത്തിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഉറക്കത്തിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഒരിക്കലും പാപത്തിന്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അഥവാ നമ്മൾ പാപം ചെയ്യുന്നില്ലെങ്കിലും, അങ്ങനെ ആ വാക്ക് ശ്രദ്ധിക്കുമല്ലോ, ചെയ്യുന്നില്ലെങ്കിലും ചെയ്യാനുള്ള പ്രേരണയും ടെൻഡൻസിയും നമുക്ക് എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മളത് ഓർക്കുകയും ഉണ്ടായില്ല, എപ്പോഴും ഉണ്ട് എന്നുള്ളത്. എന്നാൽ കർത്താവിന് ഒരിക്കൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പാപം ചെയ്യാനുള്ള ഒരു പ്രേരണയോ ടെൻഡൻസിയോ ഉണ്ടായിട്ടില്ല. അതാണ് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. എന്നിട്ട് അടുത്ത വാക്കിലാണ് പറയുന്നത്, താൻ ആരെയും ആ നിലയിൽ പരീക്ഷിക്കുന്നില്ല. പാപം ചെയ്യാനുള്ള ഒരു പരീക്ഷ ഒരിക്കലും ദൈവം നമുക്ക് തരികയില്ല. അതൊക്കെ പിശാച് തരുന്നതാണ്. പിശാചാണ് അങ്ങനെയുള്ള പരീക്ഷയിൽ തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നമുക്ക് പരിശോധനകളുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മൾ തിരുവഴുത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഭൂമിയിൽ നമുക്ക് കഷ്ടതയുണ്ട്. തീമത്യോസിന്റെ ലേഖനത്തിൽ മനോഹരമായ ഒരു വാക്യമുണ്ട്, 2 തീമത്യോസ് 2:11, സഹിച്ചാൽ കൂടെ വാഴും എന്ന് വായിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി ഇവിടെ കഷ്ടം സഹിക്കുന്നവരാണ് കൂടെ വാഴാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് 1000 ആണ്ട് വാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തെ 1000 വർഷം ഭരിക്കുന്ന ഒരു ഭരണകാലമുണ്ട്. ആ ഭരണകാലത്ത് കർത്താവിനോടുകൂടെ ഭരിക്കാൻ അവകാശം കിട്ടുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്കാണ്. കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള കഷ്ടതയാകാം, ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം നാം സഹിക്കുന്ന കഷ്ടതയാകാം, നന്മ ചെയ്തിട്ട് സഹിക്കുന്ന കഷ്ടതയാകാം. അതെല്ലാം അതിനകത്ത് പെടും. അങ്ങനെ സഹിക്കുന്നവർക്കാണ് കർത്താവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നത് എന്നും നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പരീക്ഷ തരുമ്പോൾ നമ്മൾ അത് ഓർക്കണം, ദൈവം തരുന്നത് നമ്മുടെ അനുഗ്രഹത്തിനാണ്. എന്നാൽ പിശാചിന്റെ പരീക്ഷയിൽ പെടാതിരിക്കാൻ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു കൊള്ളേണ്ടതാണ്. പാപത്തിനായിട്ടുള്ള പരീക്ഷയൊന്നും ദൈവം തരുന്നതല്ല, അത് പിശാചിനാൽ വരുന്നതാണ് എന്നും ഓർക്കണം. നാം വായിച്ച 13-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവം പരീക്ഷ തരുമ്പോൾ, പരിശോധന തരുമ്പോൾ ദൈവം ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങൾ. ദൈവം അശ്രദ്ധമായിട്ടല്ല നമുക്ക് പരീക്ഷകൾ തരുന്നത്, വളരെ ശ്രദ്ധിച്ചാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? 3 കാര്യങ്ങൾ. 1, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ ദൈവം നമുക്ക് തരികയില്ല. 1. 2, നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തരികയില്ല. അതാണ് അവിടെ ആ വാക്യത്തിൽ 2ാമത് പറഞ്ഞിരിക്കുന്നത്. 3ാമത് പറഞ്ഞിരിക്കുന്നു, നമുക്ക് പരീക്ഷ തരും, എന്നാൽ
ഒരു പോക്കു വഴിയും, അതേ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നീക്ക് പോക്കെന്നോ അതിൽ നിന്ന് പുറത്ത് പോകാൻ ഒരു വഴി തുറക്കുമെന്നോ ഒക്കെ നമുക്ക് ചിന്തിക്കാം. ഒരു പോക്കു വഴിയും തരും എന്നുള്ളതാണ്. അപ്പൊ ദൈവം നമ്മളെ പരീക്ഷയിലേക്ക് കടത്തുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒന്ന്, മറ്റാർക്കും വരാത്ത ഒരു പരീക്ഷ നമുക്ക് തരികയില്ല. 2, നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തരികയില്ല. 3, പരീക്ഷയോടൊപ്പം ഒരു നീക്കുപോക്കും തരും. അതിമനോഹരമായ ഒരു വാക്യം എൻ്റെ നടുവിലുണ്ട്, ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ദൈവം തയ്യാറാകുകയില്ല, ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. വളരെ കൃത്യമായി ദൈവം വിശ്വസ്തനായി ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് കഷ്ടതകൾ തരികയുള്ളൂ എന്നുള്ളത് എത്ര ധൈര്യം നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. ഈ വാക്യത്തിനൊക്കെ ഇന്ന് വളരെ പ്രസക്തിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ ചില സ്റ്റേറ്റുകളിൽ, വിശേഷാൽ മണിപ്പൂരിലൊക്കെ ദൈവത്തിന്റെ ജനം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന കഷ്ടത ഹൃദയത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് കേൾക്കുമെങ്കിൽ അത് കൂടുതൽ നമുക്ക് ധൈര്യം തരുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ ഒക്കെ ഇടയാകും എന്നും കൂടെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കിനി അത് ഓരോന്നായിട്ട് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഒന്ന്, മനുഷ്യർക്കാർക്കും നടപ്പല്ലാത്ത പരീക്ഷ ദൈവം നമുക്ക് തരികയില്ല. ചില പ്രത്യേക പരിശോധനകളിൽ, പ്രയാസങ്ങളിൽ, കഷ്ടതകളിലൊക്കെ നമ്മൾ വീണു പോകുമ്പോൾ, പ്രവേശിക്കുമ്പോൾ, അങ്ങനെ കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ സാധാരണമായി ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്രയധികം കഷ്ടത മറ്റാർക്കുമില്ല. ഒരുപക്ഷെ നമ്മൾ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കണ്ടെന്ന് വരാം, മറ്റാർക്കും അത്ര കഷ്ടത ഉണ്ടായി കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ ആത്മീയ കാര്യങ്ങളൊക്കെ താല്പര്യമെടുക്കുന്നുണ്ട്, ആത്മീയ കാര്യങ്ങളിൽ മുന്നേ നിൽക്കുന്നുണ്ട്, ഉത്സാഹിക്കുന്നു, അധ്വാനിക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് കഷ്ടത എന്തുകൊണ്ട്? മറ്റു പലർക്കും അത്രത്തോളം ആത്മീയ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്രത്തോളം ആത്മീയ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവര്, അവർക്കൊന്നും ഇത്രത്തോളം പ്രശ്നമില്ലല്ലോ എന്ന് നമ്മൾ ചിലപ്പോൾ ഓർക്കും. നമ്മുടെ ചുറ്റുപാടും മാത്രമായിരിക്കുമല്ലോ, നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് മാത്രമായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. എല്ലാവർക്കും ഉള്ളതുപോലെ വിശ്വാസികൾക്കും കഷ്ടത ഉണ്ട് എന്നുള്ളത് ഒന്നാമത് ഓർക്കണം. വിശ്വാസികൾ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നില്ല. വിശ്വാസിയായതുകൊണ്ട്, അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ ഇനി കഷ്ടതയില്ല, പ്രശ്നമില്ല, പ്രതിസന്ധി ഇല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നമ്മളിപ്പോ കണ്ടല്ലോ, നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, ഇപ്പൊ ഈ വാക്യവും നമുക്ക് കഷ്ടമുണ്ടെന്നാണല്ലോ പഠിപ്പിക്കുന്നത്. ഉണ്ടായിരിക്കെ തന്നെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല കഷ്ടതകളും മാറും, ഇനി കഷ്ടതകളൊന്നുമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുമുണ്ട് എന്നുള്ളതാണ്. അവർ ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് ദൈവമക്കൾക്ക് ഒരു വ്യത്യാസമില്ല, മറ്റുള്ളവർക്കൊക്കെ വരുന്നത് പോലെയുള്ള കഷ്ടതകൾ നമുക്കുമുണ്ട്. വിശ്വാസികളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മാതാവിന് 91-92 കാലയളവിൽ ക്യാൻസർ രോഗം പിടിപെട്ടു. അന്ന് ഞാൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ക്യാൻസർ രോഗം സാധാരണമായിട്ടില്ല. ഒരു കേട്ടുകേഴ്വി പോലെയുള്ള, അവിടെ എവിടെയെങ്കിലും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് അതുവരെ ഞാനൊരു ക്യാൻസർ രോഗിയെ അടുത്ത് കണ്ടിട്ടുമില്ല, അടുത്ത് പരിചയിച്ചിട്ടുമില്ല. അപ്പോൾ അതെനിക്ക് വളരെ മാനസിക വിഷമമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വലിയ വിഷമം വന്നു, ക്യാൻസർ രോഗം വന്നു എന്ന് ഞാൻ വളരെ ഭാരപ്പെടുകയും ഞാൻ അവധിയെടുത്ത് നാട്ടിൽ വന്ന് അമ്മയെ ചികിത്സിക്കാനായിട്ട് RCCയിലേക്ക് കൊണ്ടുപോയി. വളരെ സങ്കടത്തോടെയാണ് ഉണ്ടത്. അവിടെ ചെന്നപ്പോഴാണ് എത്രയോ രോഗികൾ, എൻ്റെ മാതാവിനുള്ളതിനേക്കാൾ ഗുരുതരമായ, പ്രയാസകരമായ, ബുദ്ധിമുട്ടുള്ള എത്രയോ രോഗികളെ അവിടെ കണ്ടപ്പോഴാണ്, അയ്യോ, ഞാൻ ചിന്തിച്ചത്, മനസ്സിലാക്കിയത് തെറ്റിപ്പോയല്ലോ. ഇനി ഞങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എൻ്റെ തൊട്ടയിലൊക്കെ നോക്കുമ്പോൾ ഇല്ലെങ്കിലും ചുറ്റുപാടുമൊക്കെ എത്രയോ പേര് കഠിനമായ വിഷമത്തിലൂടെ, രോഗത്തിലൂടെ കടന്നു പോകുന്നു. പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ, യുവാക്കളെ, യുവതികളെ, പ്രായമുള്ളവരൊക്കെ ആയിട്ട് കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊരു ആശ്വാസമായി എനിക്ക് തോന്നുകയുണ്ടായി. അയ്യോ, നമുക്ക് മാത്രമല്ലല്ലോ എന്നുള്ളത്. പലപ്പോഴും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും. ഓർക്കുക, മറ്റുള്ളവർക്ക് നടപ്പല്ലാത്ത
ഒരു പരീക്ഷ നമുക്ക് തരികയില്ല. നമ്മളത് തല ഉയർത്തി നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് വരുന്ന പോലെയുള്ള എല്ലാ പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വേദഭാഗം, സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം ഒന്ന് നോക്കുകയും അതിൽ നിന്ന് ചില ആലോചനകൾ പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളൊന്ന് വേഗം ഓർപ്പിക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷം, മത്തായിലും മർക്കോസിലും ലൂക്കോസിലും ആ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മർക്കോസിൽ നിന്ന് വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാമെന്ന് വിചാരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. വായിക്കാം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ട് കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നിന്ന് അല്പവിശാലമായ വേദഭാഗമാണ് വായിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ഈ സംഭവം നമുക്കെല്ലാം വളരെ പരിചയമുള്ളതാണ്. കർത്താവ് അവരെ ഗലീലക്കടലിലൂടെ യാത്ര ചെയ്യുന്നു. ഗലീലക്കടൽ എപ്പോഴും വളരെ തിരമാലയുള്ള ഒരു കടൽ അല്ലത് തടാകമാണെന്ന് നമുക്കറിയാം. അത് ഏറെ വെള്ളമുള്ള സ്ഥലത്തെ യഹൂദന്മാർ പൊതുവെ കടലെന്ന് വിളിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ കടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അത് ഒരു തടാകമാണ്, ഗലീല തടാകമാണ്. അപ്പൊ അവിടെ എപ്പോഴും തിരമാലയുണ്ട്. ഇപ്പം കർത്താവും ഒരുമിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. കർത്താവ് അവരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോക. നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. 35-ാം വാക്യത്തിൽ നാം അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് കർത്താവ് പടകിൽ കയറി. കർത്താവ് കിടന്നുറങ്ങി. പടക് മുന്നോട്ട് നീങ്ങി. വലിയ കാറ്റുണ്ടായി, തിരമാലയുണ്ടായി. അപ്പോഴൊന്നും ഒരു കർത്താവിനെ ഉണർത്തിയില്ല. എന്നാൽ വെള്ളമൊക്കെ തിരയടിച്ച് വെള്ളം ഇതിനകത്ത് കയറി, പടയിൽ കയറി പടക് മുങ്ങും എന്ന് തോന്നിയപ്പോൾ അവര് കർത്താവിനെ ഉണർത്തിയിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ. നമുക്ക് അവർ പറഞ്ഞതിനകത്തൊന്നും ഒരു തെറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നീ ദൈവപുത്രനാണ്, നിനക്ക് കുഴപ്പമൊന്നും വരികയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ്. ഈ തിരയടിച്ച് വെള്ളത്തിലൊക്കെ മുങ്ങി ഞങ്ങൾ ഒരു പക്ഷേ നശിച്ചു പോകാൻ, ഞങ്ങൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആവലാതിപ്പെടുന്ന കാര്യമാണ് അവിടെ വരുന്നത്. അപ്പൊ ഞാൻ പറയാനായിട്ട് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ, ആ 36-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും ഈ വേദഭാഗം വായിച്ചത്. നോക്കുക, ഇവരുടെ പടകിനേക്കാൾ ചെറിയ പടകും ഇതേ തടാകത്തിലുണ്ട്. ഇവര് നേരിടുന്ന അതേ കാറ്റും തിരമാലയുമാണ് അവരും നേരിടുന്നത്. അപ്പോൾ ഇവരെക്കാൾ അത് എത്ര ഭയങ്കരമായിരിക്കും ആ ചെറിയ പടകുകാർക്ക്. വലിയ പടകിൽ വെള്ളം അടിച്ചു കയറുന്നതിനേക്കാൾ തിര അടിച്ചു കയറാൻ ചെറിയ പടകാകുമ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഈ ചെറിയ പടകുകളെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ പടക് മുങ്ങും, അവര് നശിച്ചു പോകും എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? നമുക്കാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. മറ്റുള്ളവർക്കും ഉണ്ട്. മറ്റുള്ളവർ ഇതേ പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിനേക്കാൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ പടക് ചിലത് കുറച്ചുകൂടെ ചെറുതാണ് എന്നൊക്കെ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപക്ഷെ ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ വരാം. എന്നാൽ നമ്മളെക്കാൾ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്കും അതേ രോഗം തന്നെ വന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം അവിടെയൊക്കെ നമ്മുടെ പരാതിക്കൊരു ഒരു ആശ്വാസം ഉണ്ടാകാൻ കഴിയും. അപ്പൊ അതാണ് പ്രധാനമായിട്ട് ഞാൻ ഓർപ്പിക്കാൻ ആയിട്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് വായിച്ചത് കൊണ്ട് ഒരു കാര്യം കൂടി, ഒരു ആലോചനയുടെ ആ ഭാഗത്ത് നിന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കർത്താവ് അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടത് 40-ാം വാക്യത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? എന്താണ് അവിടെ അവരുടെ വിശ്വാസത്തിന്റെ കുറവ്? ഇതൊരു വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു.
അത് കർത്താവൻ തന്റെ സർവ്വജ്ഞാനത്തിൽ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താ ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം, നമുക്ക് അവരുടെ വിശ്വാസക്കുറവൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. തിരമ വന്നാല് പടവ് മുങ്ങാറാകുമ്പോൾ കർത്താവിനെ ഉണർത്തുക, ന്യായമായിട്ട് കർത്താവിനോട് പറയുക. അവിടെയൊക്കെ എന്താ കുഴപ്പം? അത് മുങ്ങാറായപ്പോഴാണ്. പക്ഷെ നമ്മള് 35-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം, നാം അക്കരയ്ക്ക് പോകാം. നാം അക്കരയ്ക്ക് പോക എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നാം അക്കരെ ചെന്നിരിക്കും. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞെങ്കിൽ അക്കരയ്ക്ക് കൊണ്ടുപോയിരിക്കും. അതിനിടയ്ക്ക് കാറ്റ് വരട്ടെ, കടലിൽ തിരമാല ഉണ്ടാവട്ടെ, പടക് മുങ്ങട്ടെ, ഇതൊക്കെ സംഭവിച്ചാലും അക്കരെ എത്തിച്ചിരിക്കും. ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ്. നമ്മളെ അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കൂടുണ്ട്. നാം അക്കരെ ചെന്നിരിക്കും എന്നുള്ളതാണ്. അക്കരെ ചെന്നാൽ അവിടെ നമുക്കറിയാം, നമ്മള് അവിടെ പിന്നെ തിരമാലയോ പ്രശ്നങ്ങളോ അക്കരെ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് വേണം. ദൈവമക്കളായ നമ്മൾ പരിശോധനയുടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, നമ്മളെക്കാൾ അത് നമുക്കൊരു ആശ്വാസത്തിനൊരു വാക്കാണ്. നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നവർ, നമ്മളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്നവർ, നമ്മളെക്കാൾ കഷ്ടത അനുഭവിക്കുന്നവർ ഒക്കെ നമുക്ക് ചുറ്റുപാടും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുകയും നമ്മൾ അക്കരയ്ക്ക് എത്തിക്കാമെന്ന് പറഞ്ഞവൻ അക്കരെ എത്തിച്ചിരിക്കും. അതെന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, കടൽ തിര എത്ര വന്നാലും, പടക് മുങ്ങിയാലും, എന്തൊക്കെ വന്നാലും എത്തിച്ചിരിക്കും എന്ന് നമ്മൾ ഓർക്കുവാൻ ആവശ്യമുണ്ട് എന്ന് ഞാൻ ആ ഭാഗത്ത് നിന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല, അത് തരികയുമില്ല എന്ന് നമ്മൾ ഓർക്കണം. രണ്ടാമത്, നമുക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ തരത്തില്ല. നമുക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ തരത്തില്ല. എപ്പോഴും ദൈവം നമുക്ക് പരിശോധന തരുമ്പോൾ അത് നമുക്ക് താങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ടേ തരത്തുള്ളൂ. ഒരു കാര്യം കൂടെ ഓർക്കേണ്ടത്, താങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് അത്രത്തോളമേ തരികയുള്ളൂ എന്ന് മാത്രമല്ല, നമുക്ക് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള കൃപയും കൂടെ തരുവാൻ അവൻ കൂടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഓർക്കാം എന്ന് ഞാൻ വിചാരിക്കണം. ഒന്നാമത്, ഇത് പറയുന്ന പൗലോസ് നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ തരികയില്ല എന്ന് പറയുന്ന പൗലോസ് തന്നെ താനൊരു പ്രയാസകരമായ ശാരീരിക രോഗവുമായിട്ടാണ് ജീവിക്കുന്നത് എന്നറിയാം. അദ്ദേഹം ആ രോഗത്തോടു കൂടെയാണ് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് നമുക്ക് ധൈര്യമായി പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിൽ പറയാണ്, നമുക്ക് സഹിപ്പാൻ കഴിയാത്തത് തരികയില്ല. അദ്ദേഹം ആ രോഗം നേരിടുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അത് മാറണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇത് മാറാൻ ആഗ്രഹിക്കുന്നത്? ആരോഗ്യത്തോട് കുറച്ചു നാൾ ഈ ഭൂമി ജീവിക്കുക എന്നുള്ളതിനല്ല. അതിനപ്പുറം അത്രയും കൂടെ ആ രോഗം മാറി അത് ആരോഗ്യം ഉണ്ടായാൽ കുറെ കൂടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കാമല്ലോ എന്നുള്ള നല്ല ചിന്തയിലാണ് തന്നെ അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ശരിയാണ്. പക്ഷേ ആ രോഗം തനിക്ക് താങ്ങാൻ കഴിയുന്നതാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതിനുള്ള കൃപ കൂടുതൽ പ്രാപിച്ചോളാനും പറഞ്ഞു. കൂടുതൽ കൃപ പ്രാപിച്ച് ആ രോഗത്തോടുകൂടെ തന്നെ കർത്താവിന് വേണ്ടി ഒട്ടും കുറവില്ലാതെ അധ്വാനിക്കുവാൻ തനിക്ക് കഴിയും എന്ന് ദൈവത്തിന് അറിയാം. അത് ആ കൃപ പ്രാപിച്ചുകൊണ്ടാണ്, അത് സഹിച്ചുകൊണ്ടാണ് താൻ നമുക്ക് ഈ ധൈര്യം പകർന്ന് എഴുതിയിരിക്കുന്നത്. സഹിപ്പാൻ കഴിയാത്തത് തരികയില്ല, തൻ്റെ ജീവിത അനുഭവം കൂടെയാണ്. അത് മാത്രമല്ല, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം വായിക്കുന്നില്ല, വായിക്കാതെ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന കാര്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 28 വരെ വായിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ താൻ നേരിടുന്ന പ്രതിസന്ധികളുടെ വലിയൊരു പട്ടിക ഇവിടെ കാണാനായിട്ട് കഴിയും. പലവട്ടം ഉറക്കളപ്പ്, യാത്ര, കപ്പൽ ഛേദം, ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടത്. അതിന്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ലല്ലോ. അങ്ങനെ നിരവധി കപ്പൽ ഛേദം തുടങ്ങി, തടവ് തുടങ്ങി എന്തെല്ലാം പ്രയാസങ്ങൾ, കള്ളന്മാരാലുള്ള ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഇതെല്ലാം ഒരുപാട് പരിശോധനകളിലൂടെയാണ് താൻ കടന്ന് പോകുന്നത്. പക്ഷേ ആ പരിശോധനകളൊക്കെ തനിക്ക് സഹിപ്പാനുള്ള കഴിവ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹിപ്പാനുള്ള കഴിവ്, കൃപ സ്വർഗത്തിലെ ദൈവം കൊടുത്തു എന്നാണ്.
ഇവിടെ നമുക്ക് ഓർക്കാം, നമ്മളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വിവിധങ്ങളായിട്ടുള്ള പരിശോധനയിലൂടെ, പരീക്ഷയിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ. പക്ഷേ അതിലൊക്കെ താങ്ങാനുള്ള, അതൊക്കെ സഹിപ്പാനുള്ള കൃപ തരാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. കർത്താവ് കൂടെ ഉണ്ട്, അതിനുള്ള കഴിവ് തരും. നമ്മളത് പ്രാപിച്ചു കൊള്ളണം. കൂടുതൽ കൃപ പ്രാപിക്കണം. കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ആ പ്രയാസങ്ങളുടെ ദിവസങ്ങളിൽ, കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, പ്രതിസന്ധിയുടെ ദിവസങ്ങളിൽ കൂടുതൽ കർത്താവിനോട് അടുക്കുവാൻ, കൂടുതൽ കർത്താവിൽ ആശ്രയിപ്പാൻ, ആ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരയുവാൻ ഒക്കെ നമുക്കിടയാകുമ്പോൾ ഉറപ്പായും നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നമ്മൾ ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ളവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിലൊക്കെ സഹിപ്പാനുള്ള കൃപയും സ്വർഗത്തിലെ ദൈവം തരും. അത് അറിഞ്ഞുകൊണ്ടാണ് നമുക്കിതൊക്കെ തന്നിരിക്കുന്നത്. നമുക്കത് കഴിയും. ഏത് പ്രശ്നമാണെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കുമേ അറിയുള്ളൂ, നമ്മുടെ പ്രശ്നങ്ങൾ. പക്ഷെ അത് സഹിപ്പാനുള്ള കഴിവ് നമുക്കുണ്ട് എന്നും അതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് താൻ തരാൻ തയ്യാറാണെന്നും അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ വരുന്നത് എന്ന് ഓർക്കണം. ദൈവം ആ നിലയിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി ഈ 10-ാം അധ്യായം തുടങ്ങി നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അവരെ വിടുവിച്ചതും അവരെ നടത്തിയതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നോക്കുക, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ, ഒരു കാര്യം ഒന്ന് ഓർക്കാമെന്ന് വിചാരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. പുറപ്പാട് 13:17 ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടി ഉള്ള വഴി അടുത്തത് എന്ന് വരികയും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. മതി, അത്രയും മതി. അപ്പൊ ഞാൻ എന്തിനാ വാക്യം വായിച്ചെന്ന് ചോദിച്ചാൽ, ദൈവം ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ നോക്കി അവർക്ക് സഹിപ്പാൻ കഴിയാത്ത ഒരു കാര്യം കൊടുക്കാതിരിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. അവർക്ക് സഹിപ്പാൻ കഴിയല്ല. അതായത് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. ഫെലിസ്ത്യ ദേശത്തൂടെ അത് കുറച്ചുകൂടെ എളുപ്പമാണ് ആ വഴിയെ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഫെലിസ്ത്യ ദേശത്ത് വരുമ്പോൾ യുദ്ധമുണ്ടാകുകയും ആ യുദ്ധം കാണുമ്പോൾ ഇവര് അത് താങ്ങാൻ കഴിവില്ലാതെ, അത് സഹിപ്പാൻ കഴിവില്ലാതെ ഇവര് തിരിച്ചു പോകാൻ ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വഴി കൊണ്ടുപോയില്ല. യുദ്ധമില്ലാത്ത മറ്റൊരു വഴിയെ, പെട്ടെന്ന് യുദ്ധം കാണാൻ ഇടയാകാത്ത മറ്റൊരു വഴിയെയാണ്, അല്പം കൂടെ ദൂരമാണെങ്കിലും മറ്റൊരു വഴിയാണ് കൊണ്ടുപോയത് എന്നാണ് നാം അവിടെ നിന്ന് വായിക്കുന്നത്. നോക്കുക, ദൈവം സഹിപ്പാൻ കഴിയാത്ത തരത്തില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഫെലിസ്ത്യ ദേശത്തൂടെ കൊണ്ടുപോയാല് അവിടെ യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധം കാണുമ്പോൾ ഇവർ ഭയപ്പെട്ടിട്ട് ഇവർക്കത് താങ്ങാനാവാതെ ഇവർ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരരുത്. കണ്ടോ, നോക്കുക, ദൈവം എത്ര ശ്രദ്ധിച്ചാണ്. ദൈവമക്കളെ, അത് തന്നെ ഒരു ആശ്വാസമല്ലേ. ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ്. നമുക്കത് കഴിയുമോ ഇല്ലയോ എന്ന് ദൈവം സ്വയം വിലയിരുത്തിയിട്ടാണ് നമുക്ക് തരുന്നത്. നാം ഭയപ്പെട്ട് പിന്മാറിപ്പോകുമോ, നാം വീണു പോകുമോ, പരിഭ്രമിച്ചു പോകുമോ എന്നൊക്കെ താൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു വാക്യം ഞാൻ പറയുന്നതേ ഉള്ളൂ, ആശയം പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് തന്നെ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. അത് ലൂക്കോസ് 22:31-32 ഉണ്ട്, വായിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. അവിടെ പറയുന്നുണ്ട്, ശിമോനെ, നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ ഞാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നുണ്ട്. നോക്കുക, ചിലപ്പോൾ പിശാച് നമ്മളെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന്, എന്ന് വെച്ചാൽ നമ്മളെ പിശാച് അബദ്ധത്തിലാക്കേണ്ടതിന്, നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടതിന് ചിലപ്പോൾ അനുവാദം ചോദിക്കും. അത് നമുക്ക് താങ്ങാൻ കഴിയുകയില്ല എന്ന് ദൈവം മനസ്സിലാക്കുന്ന പക്ഷം അത് പിശാചിന്റെ കയ്യിൽ കൊടുക്കുകയില്ല. ശിമോനെ കൊടുത്തില്ല. ശിമോനൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പത്രോസ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്, പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അത് അനുവദിക്കുന്നില്ല. പിശാച് ഇടയ്ക്കൊക്കെ ചെന്ന് ദൈവത്തോട് ചോദിക്കും, നമ്മളെ ഇങ്ങോട്ട് തരാമോ, ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം വിലയിരുത്തും. അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എൻ്റെ പൈതലിനുണ്ടോ, എൻ്റെ മകനുണ്ടോ, മകൾക്കുണ്ടോ എന്ന് ചിന്തിക്കും. ഇല്ല എന്ന് കണ്ടാൽ
പിശാചിന്റെ കയ്യിൽ കൊടുക്കല്ല. നോക്കുക, എന്തൊരു കരുതലാണ് ദൈവത്താൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തരത്തില്ല. സഹിപ്പാൻ അത്യാവശ്യമുള്ള കൃപ അതോടുകൂടെ തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ഇസ്രായേൽ മക്കൾക്ക് സഹിപ്പാൻ, താങ്ങാൻ കഴിയുന്നതൊക്കെ പലതും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പൊ ചെങ്കടൽ, അത് വളരെ വലിയ പ്രതിസന്ധിയാണ്. ചെങ്കടൽ അക്കരെ കടത്തി. ഒരാൾ പോലും മരിച്ചില്ല. നമ്മൾ ചിന്തിച്ചതാണല്ലോ, അതിന് വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഒരാൾ പോലും മരിക്കാതെ 20 ലക്ഷം എന്ന് പറയുന്നു. ആ 20 ലക്ഷത്തിൽ കുഞ്ഞു കുട്ടികളും പ്രായമുള്ളവരും ഉൾപ്പെടെ എല്ലാവരും അക്കരെ എത്തി. വെള്ളമില്ലാത്ത ശൂർ മരുഭൂമിയിലൂടെ 3 ദിവസം സഞ്ചരിച്ചു. ഇതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പോലും മരിച്ചില്ല, തളർന്നുപോയില്ല. അതുപോലെ നിരന്തരമായ യാത്രയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രാത്രി ഒരു പകലുമല്ല. ഒരു രാത്രി ഒരു പകലും ഒക്കെ യാത്ര ചെയ്താൽ നമ്മൾ ക്ഷീണിക്കും. നടന്നാണ് പോകുന്നത്. എത്രയോ രാത്രി പകലുകൾ അവർ നിരന്തരമായി യാത്ര ചെയ്യുകയാണ്. അതൊക്കെ അവർക്ക് സഹിക്കാൻ കഴിയും. അതിന് തന്റെ സാന്നിധ്യവും തന്റെ കൃപയും ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്. മാറയിലെ ജലം അതിനാൽ ഒന്നും അവർക്കൊരു ദോഷം സംഭവിച്ചില്ല. അതിനെ മധുരമാക്കി കൊടുത്തു. അപ്പൊ അതൊക്കെ അവർക്ക് സഹിപ്പാൻ കഴിയുന്നതാണ്. അവിടെ ഒന്നും ഒരാൾ പോലും മരിച്ചു പോയില്ല. അവിടെയൊക്കെ മരിക്കാതിരിക്കത്തക്കവണ്ണം അതിനെയൊക്കെ നേരിടാൻ കർത്താവ് ദൈവം കൂടെ നിന്നവരെ സഹായിച്ചു എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാണുകയാണ്. എന്നാൽ അവർ ഒരുപാട് പേര് ഈ യാത്രയിൽ മരിച്ചതെല്ലാം പാപത്തിന്റെ ഫലമായിട്ടാണ്. പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെട്ടാണ് അവര് മരിച്ചത്. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെട്ട, അല്ലാതെ ചെങ്കടൽ യാത്ര ചെയ്തപ്പോൾ കുറച്ചുപേര് മരിച്ചു, വെള്ളമില്ലാതെ മരിച്ചു, നടന്നു ക്ഷീണിച്ചു മരിച്ചു, അങ്ങനെ ആരും മരിച്ച ഒരു ചരിത്രം നമ്മൾ കാണുന്നില്ല. അവര് മരിച്ചെങ്കിൽ, വീണുപോയെങ്കിൽ അതെല്ലാം പിശാചിന്റെ പരീക്ഷയിൽ അകപ്പെട്ടിട്ടാണ് അവരെല്ലാം മരിച്ചു പോയത്. അല്ല, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആലോചന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് കൂടെ നിന്ന് നമ്മൾ വിവിധ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷെ അവിടെയെല്ലാം കർത്താവ് കൂടെ നിന്ന് ആവശ്യമായ ശക്തി തന്ന് നമ്മളെ നടത്തിക്കൊള്ളും. ഈ പരീക്ഷ വരുമ്പോഴൊന്നും നമ്മൾ തളർന്നു പോകേണ്ടതില്ല. കർത്താവ് കൂടെ ഉണ്ട്. ആവശ്യമായ കൃപ തരുവാൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ക്ഷീണിച്ചു പോകണ്ട, തളർന്നു പോകണ്ട. ഏത് പ്രതിസന്ധി ആയാലും കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നമുക്ക് സഹിപ്പാൻ കഴിയാത്ത തരത്തില്ല. നമുക്ക് തോന്നും ഈ ചെങ്കടൽ എങ്ങനെ സഹിക്കാൻ കഴിയും, എങ്ങനെ ക്രോസ് ചെയ്യാൻ കഴിയും. പക്ഷെ കർത്താവ് കൂടെ ഉണ്ട്. ആ ചെങ്കടലും കടക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം തരും. മറ്റൊരു കാര്യം, ഞാൻ ആ വാക്യത്തിൽ നിന്ന് എന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ, 13-ാം വാക്യത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നത്, നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ട്. അതെന്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം നൽകിയ ഒരു വാക്യമാണ്. കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കത്തില്ല. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഞാൻ ആ സമ്മതിക്കാതെ എന്നുള്ളതിൽ നിന്നൊരു 3 ചെറിയ ആലോചന എന്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നു. ഒന്ന് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ സകലവും നിയന്ത്രിക്കുന്നത്. ദൈവമാണ്. അവൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പിശാച് ഉണ്ട്, പിശാച് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ സമ്മതം വാങ്ങിച്ചാ ചെയ്യുന്നത്. ദൈവം അനുവദിക്കുന്നത് മാത്രമാണ്. നമുക്കറിയാം, മഹാപീഡന കാലത്ത് എതിർ ക്രിസ്തുവിന്റെ പ്രവർത്തനം ഒക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓർപ്പിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. എതിർ ക്രിസ്തുവിനൊന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. അതെല്ലാം തന്നിൽ നിന്ന് അധികാരം വാങ്ങിച്ചുകൊണ്ടാണ്, താൻ അനുവദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ തരാൻ സമ്മതിക്കത്തില്ല. അവന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ. അപ്പൊ പൂർണ്ണ നിയന്ത്രണം നമ്മുടെ കർത്താവിനാണ്. അത് വലിയൊരു ആശ്വാസമായിട്ട് ഇരിക്കുന്നു. 2, ഇതിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതാണ്. അതിന്റെ മനോഹാരിത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതിന്റെ മനോഹാരിത. എത്രയോ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി, എത്രയോ പരീക്ഷയിലൂടെ നമ്മൾ കടന്നുപോയി. അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി
ശക്തി തന്നതാര, അതിനെ സഹിപ്പാനുള്ള കൃപ തന്നതാര? അത് മറ്റാരുമല്ല, കർത്താവ് തന്നെയാണ്. ആ കർത്താവ് ഇന്നലെയും ഇന്നും എന്നും അനന്യനെന്ന് വായിക്കുമ്പോൾ ആ കർത്താവ് ഇന്നു കൂടെയുണ്ട്, നാളെയും കൂടെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം വിശ്വസ്തനായി നിന്ന് സഹിപ്പാൻ കഴിയാത്തത് തരാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ സമ്മതമില്ലാതെ ആർക്കും നമുക്ക് നമ്മുടെ തലയിൽ ഇത് വെച്ച് കെട്ടാനും പറ്റുകയില്ല. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. 3, ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് അസ് എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് മാറി നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഈ സമ്മതിക്കാതെ, നീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. ഇസ്രായേൽ മക്കളുടെ ജീവിതം തന്നെ എടുത്താൽ നമുക്കറിയാം, അവരൊരിടത്ത് നിൽക്കുകയല്ല, അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഏതൊക്കെ സ്ഥലത്ത് അവർ യാത്ര ചെയ്തുകൊണ്ട് ഇരിക്കുന്നിടത്തൊക്കെ വിവിധ പരിശോധനകളുണ്ട്, വിവിധ പരീക്ഷകൾ, പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് അത് സഹിപ്പാൻ കഴിയാത്തതായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും വ്യത്യസ്ത മേഖലകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ ഭവനത്തിലെ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ഓഫീസിലെ പ്രയാസമുണ്ട്, അല്ലെ പഠന സ്ഥലത്തെ ഉണ്ട്, സഭയിലേതുണ്ട്, വിവിധങ്ങളായിട്ടുണ്ട്. ഏത് സ്ഥലത്തായാലും അവിടെ എല്ലാം നമുക്ക് സഹിപ്പാൻ കഴിയത്തക്കവണ്ണം എപ്പോഴും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നത് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർപ്പിച്ചിട്ടുള്ളത് പോലെ നമ്മുടെ കയ്യെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. ഇബ്രായ ലേഖനം 13:5 ഓർമ്മയുണ്ടല്ലോ, ഞാൻ നിന്നെ കൈവിടുകയില്ല. പെർഗമോ സഭയ്ക്കുള്ള ദൂതിനകത്ത് പറയുന്നുണ്ട്, അവരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വെളിപ്പാട് പുസ്തകം 2:13 നമ്മളിങ്ങനെ വായിക്കുന്നു, നീ എന്റെ നാമം മുറുകെ പിടിച്ചെന്ന്. എന്നെ മുറുകെ പിടിച്ചെന്ന് തന്നെ അതിന്റെ അർത്ഥം. അപ്പൊ നോക്കുക, കർത്താവ് നമ്മെ പിടിച്ച് നമ്മൾ കർത്താവിനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. എന്ത് സ്ട്രോങ് ആയിരിക്കും ആ ബന്ധം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ കർത്താവ് കൂടെ നിന്ന് അങ്ങനെ പോകുമ്പോൾ ഏതു പ്രതിസന്ധിയും നമുക്ക് സഹിപ്പാൻ കഴിയാത്ത തരത്തില്ല, അവൻ കൂടെ നിന്ന് അതൊക്കെ സഹിപ്പാൻ സഹായിക്കും. ഏത് വലിയ പ്രതിസന്ധികളെയും നമ്മൾ നേരിടുമ്പോൾ ഇതൊരു വലിയ ആശ്വാസമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റിമണി എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഒരു സാക്ഷ്യം ഒരിക്കൽ ഞാൻ കേട്ടത് വർഷങ്ങൾക്ക് മുമ്പ്. അതിന്റെ സംഭവം മാത്രമേ ഓർമ്മയുള്ളൂ, അതിന്റെ വ്യക്തികളെ എല്ലാം ഞാൻ മറന്നുപോയി. ഒരാള് സാക്ഷ്യം പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവുണ്ട്, മാതാവുണ്ട്, അദ്ദേഹത്തിന് ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അവർ 4 പേരാണ് ആ വീട്ടിലുള്ളത്. അവരുടെ കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അവർക്ക് ഈ വാഴക്കൃഷിയാണുള്ളത്, നേന്ത്രവാഴയുടെ കൃഷിയാണ്, ഏത്തവാഴ കൃഷിയാണുള്ളത്. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്ററോളം അകലെയാണ് മാർക്കറ്റ്. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം മാർക്കറ്റ് ഉണ്ട്. ആ ദിവസങ്ങളിൽ പോയി വാഴക്കൊല വെട്ടാറാകുമ്പോൾ അത് വെട്ടി ഈ അപ്പനും ഈ 2 മക്കളും കൂടെ ചന്തയിലേക്ക് ഈ വാഴക്കൊലയുമായിട്ട് പോകും. അവിടെ ചെന്ന് വിറ്റ് അതിന്റെ പൈസ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത് വാങ്ങി വരുന്ന ഒരു പതിവാണ്. അപ്പൊ ആഴ്ച 2 പ്രാവശ്യം മാർക്കറ്റിൽ പോകണം. അത് രാവിലെയാണ് പോകുന്നത്. വെളുപ്പിന് മടങ്ങി വന്നിട്ട് സ്കൂളിലൊക്കെ പോകേണ്ടതാണല്ലോ. അപ്പൊ ഇളയ സഹോദരന്റെ ടെസ്റ്റ് മണിയാണ്. അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ പോകുമ്പോൾ തലേദിവസം വൈകിട്ട് തന്നെ കൊലയൊക്കെ വെട്ടി വെച്ചിട്ട് ആ പിതാവ് സാധാരണഗതി ഒരു 3 വാഴക്കൊല അദ്ദേഹം എടുക്കും. എന്നിട്ട് ഒരു വലിയ വാഴക്കൊല എടുത്ത് ഇങ്ങനെ കയ്യിൽ വെയിറ്റ് നോക്കിയിട്ട് അത് ചിലപ്പോൾ അങ്ങ് മാറ്റി വെക്കും. എന്നിട്ട് അതിനേക്കാൾ ചെറുതൊന്നും എടുക്കും. അങ്ങനെ 1-2 എണ്ണം മാറി എടുത്തിട്ട് ജ്യേഷ്ഠന്റെ തലയിൽ വെച്ചു കൊടുക്കും. അതിനേക്കാൾ ഭാരം കുറഞ്ഞ ഒന്നാണ് എടുത്തിട്ടാണ് തന്റെ തലയിൽ, അതും എടുത്ത് തന്റെ കയ്യിലൊന്ന് തൂക്കി നോക്കും, കയ്യിലൊന്ന് പിടിച്ചു നോക്കും. തൂക്കി അത് എൻ്റെ ഈ ഇളയ മകൻ അത് താങ്ങാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവന്റെ തലയിൽ വെച്ചു കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കൊല വെട്ടിയ തലയിലോട്ട് വെച്ചു കൊടുക്കത്തില്ല. അത് തൻ്റെ ഓർമ്മയിലുണ്ട്, എൻ്റെ പിതാവ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഈ മക്കളെ മുന്നേ വിടും. മക്കളോട് മുന്നേ പോകാൻ പറയും. എന്ന് വെച്ചാൽ അവർക്കത് താങ്ങാൻ പ്രയാസമുണ്ടോ, വീണു പോകാൻ സാധ്യതയുണ്ടോ, അത് ബുദ്ധിമുട്ടായിട്ട് വരുമെങ്കിൽ അന്നത്തെ കാലത്തൊക്കെ ഈ ചുമട് താങ്ങി എന്ന് പറഞ്ഞ വഴി നീളെ ഉണ്ടല്ലോ, പണ്ട് കാലത്തുണ്ടായിരുന്നു. പഴയ കാലത്തെ ഉള്ളവർക്ക് ഓർമ്മയുള്ളൂ. ആ ചുമട് താങ്ങിൽ ഇറക്കി വെക്കാൻ പറയും, കുറച്ചു നേരം വിശ്രമിക്കാൻ പറയും, അതിനുശേഷം കൊണ്ടുവന്ന് നോക്കുക. ആ ടെസ്റ്റ് പണിയിലൂടെ ഞാൻ ഈ ഭാഗം നേരിട്ട് കാണുകയായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ തന്നെയാണ്, ഒന്നും ഓർക്കാതെ ചിന്തിക്കാതെ എടുത്ത് നമ്മുടെ തലയിലോട്ട് വെക്കുകയില്ല. അത് രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളെക്കുള്ള പ്രതിസന്ധി ആകട്ടെ, കുടുംബത്തിലെ പ്രശ്നമാകട്ടെ, സഭയിലെ ആകട്ടെ, ഇതൊന്നും എടുത്ത് നമ്മുടെ തലയിലോട്ട് ഒന്നും ആലോചിക്കാതെ വെക്കത്തില്ല. നമുക്കത് താങ്ങാൻ കഴിയുമോ, നമുക്കത് എടുക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു മാത്രമേ നമ്മുടെ തലയിൽ വെക്കുകയുള്ളൂ. അത് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ജോലി ഭാരമായാലും, അത്
എന്നിട്ട് ഇത് തലേ വെച്ചേച്ച് വീട്ടിലിരിക്കുകയല്ലോ, നമ്മുടെ കൂടെ നടക്കുകയാണ്. എവിടെയെങ്കിലും കാല് പതറിപ്പോകുമോ, എവിടെയെങ്കിലും ഇടറിപ്പോകുമോ, വീണു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ വരാതിരിക്കത്തക്കവണ്ണം കരുതലോട് കൂടെ നടക്കുന്ന, ആവശ്യമായ സമയത്ത് അതിന് അത്യാവശ്യമായ വിശ്രമം തരുന്ന ഒരു പിതാവായി നമ്മുടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മനോഹരമാണത്! നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെയുള്ള ഒരു ഭാരം, ഒരു പരീക്ഷ നമുക്ക് തരികയില്ല എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സഹിഷ്ണുത എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസിയുടെ മൂലധനമാണ് സഹിഷ്ണുത. നമ്മൾ റോമർ 5:3 അത് പഠിച്ചിട്ടുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടതയിലും സന്തോഷിക്കുന്നു എന്ന്. അത് പലപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. യാക്കോബ് 1:12 അത് ലളിതമായി യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുമെന്ന്. അപ്പോൾ കർത്താവ് തരുന്നത് സഹിപ്പാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അസഹിഷ്ണുത കാണിക്കരുത്. അത് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം ഇത് ഭാരം കൂടുതലാണെന്ന്. പക്ഷേ ഭാരക്കൂടുതൽ തരത്തില്ലെന്ന് നമ്മൾ അറിയണം. നമുക്ക് അങ്ങനെ തോന്നിപ്പോവാം, പെട്ടെന്ന് തോന്നിപ്പോവാം അയ്യോ അത് നമ്മുടെ പരിമിതി കൊണ്ടാണ്. നമ്മൾക്ക് ഒരുപാട് പരിമിതികളുള്ളവരാണ്. പക്ഷെ ദൈവത്തിന് പരിമിതിയില്ല, ദൈവത്തിന് അസാധ്യമെന്നൊന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ കൃപയാൽ നമുക്ക് കർത്താവ് തരുന്ന ഏതൊരു പരീക്ഷയും ഏതൊരു പ്രശ്നത്തെയും, അത് എന്തൊരു രോഗമായാലും എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടാൻ കഴിയും. ഈ ഉറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. യാക്കോബ് 5:11. യാക്കോബ് 5:11 ഒന്ന് വായിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാൻ വരുത്തുന്നു. സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനല്ലോ. മതി. നോക്കുക, പരീക്ഷ സഹിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് എണ്ണുന്നുണ്ട്. ഇയ്യോബ് സഹിച്ചതും പിൻവന്ന മഹത്വവും അനുഗ്രഹങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഓർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം, 42 അധ്യായവും 1069 വാക്യങ്ങളുമുള്ള ഒരു വലിയ പുസ്തകമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയിലുണ്ട്, എപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തെ 1069 വാക്യങ്ങളെ 3 സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കാം. ഒന്ന്, സമ്പന്നനായ ഇയ്യോബ്. അതാണ് ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് സമ്പന്നനായ ഇയ്യോബിനെയാണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുകയാണ് കഷ്ടതയിൽ സമ്പന്നനായ ഇയ്യോബ്. കഷ്ടതയിൽ സമ്പന്നനായ ഇയ്യോബ്, അത് സഹിക്കുന്ന ഇയ്യോബിനെ നമ്മളവിടെ കാണുകയാണ്. ഒടുവിൽ ആ പുസ്തകത്തിന് ഒടുവിലേക്ക് വരുമ്പോൾ ഇരട്ടി സമ്പന്നനായ ഇയ്യോബ് സഹിച്ച കഷ്ടതയെ അവന്റെ അവസാനം നമ്മൾ ഓർക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ അവസാനം എന്താ? ഇരട്ടി സമ്പന്നനായി. ദൈവമക്കളെ, ധൈര്യത്തിന് വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ധൈര്യപ്പെടുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ധൈര്യപ്പെടുവാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ അവിടെ പറയുന്നത് ഇതാണ്: നമ്മള് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമ്പോൾ സഹിഷ്ണുതയോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും കർത്താവിൽ അമിതമായി ആശ്രയിച്ച് കൃപ പ്രാപിച്ചത് നേരിടുകയും ചെയ്താൽ ഒരിരട്ടി സമ്പന്നത, ഭൗതികമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരിരട്ടി സമ്പന്നത ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചോളൂ. ഇയ്യോബ് പഴയ നിയമ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. പഴയ നിയമത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതികമാണ്, പുതിയ നിയമത്തിലെ ആത്മീയമാണ്. ഇരട്ടി സമ്പന്നത സ്വർഗത്തിൽ നമ്മൾ കാണും. നമ്മൾ അതാണല്ലോ പ്രത്യാശ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, കഷ്ടത കർത്താവ് തരുന്നു ധാരാളമായി നമ്മുടെ ഒക്കെ ജീവിതത്തിൽ. നമ്മൾ ഇതിനെ ഇത് വർദ്ധിക്കുമെന്ന് തന്നെ വേണം ചിന്തിക്കുവാൻ. കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓർക്കുക, ഏറെ ദൈവകൃപയിൽ ആശ്രയിച്ച് സഹിഷ്ണുത കാണിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവ് കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് ഞാൻ അവസാനത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ കാര്യമായി നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നത് പോക്കുവഴിയും തരും എന്നുള്ളത്. പരീക്ഷയോടുകൂടെ പരീക്ഷ തരും, പക്ഷെ ഒരു പോക്കുവഴി. എന്നേക്കും നമ്മളെ കഷ്ടതയിൽ കണ്ണുനീരിൽ ഇട്ട് കളയുകയില്ല. രൂത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ ആ കാര്യങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്.
രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനത് ഓർപ്പിച്ചിട്ടുള്ളത് ചിലരുടെ എങ്കിലും ഹൃദയത്തിൽ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ബത്ലഹേമിൽ ഞെരുക്കം വന്നു, കഷ്ടം വന്നു. ഞെരുക്കം വന്നപ്പോൾ ഒരു കുടുംബം അവരെ മോവാബിലേക്ക് പോയി, അതൊക്കെ വിടുകയാണ്. പക്ഷേ ഒരു കുടുംബമേ പോയുള്ളൂ. പോകാത്തവർക്ക് എന്ത് സംഭവിച്ചു എന്ന് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ വായിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം നൽകി എന്നാണ് വായിക്കുന്നത്. കുറച്ചു നാൾ അവർ കഷ്ടതയിലൂടെ പോയി, പഞ്ഞത്തിലൂടെ പോയി, ഞെരുക്കത്തിലൂടെ പോയി, പട്ടിണിയിലൂടെ പോയി. പക്ഷേ അല്പനാൾ കഴിഞ്ഞപ്പോൾ അവരെ സന്ദർശിച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ചു. ഇതുപോലെ ആ ഭാഗം പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, നമ്മൾ ഇതുപോലെ കഷ്ടതയിൽ, കണ്ണുനീരിൽ, പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ, ബുദ്ധിമുട്ടിൽ, ഇല്ലായ്മയുടെ വിവിധ ഇല്ലായ്മകൾ, സാമ്പത്തികമായി, വീടില്ലാത്ത, മറ്റ് കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള പ്രതിസന്ധി, പലത് ഒരുപാട്. പക്ഷെ അത് എന്നേക്കും വിട്ടുകളയുകയില്ല. പക്ഷെ സഹിക്കുകയും കർത്താവിൽ അമിതമായി ആശ്രയിക്കുകയും ചെയ്യുന്ന പക്ഷം എന്നേക്കും നമ്മൾ കഷ്ടതയിലായി പോയാൽ അതിന് പരിഹാരം വരുത്തും. അവൻ സന്ദർശിക്കുന്ന ദൈവമാണ്, പ്രശ്നം പരിഹരിക്കുന്ന ദൈവമാണ്. എന്നേക്കും കണ്ണുനീരിലും കഷ്ടതയിൽ നമ്മളെ വിട്ടുകളയുകയില്ല എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അധികമായി ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ ഒരിക്കലും പതറിപ്പോകരുത്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു ഇനിയിപ്പോൾ രക്ഷയില്ല, ഞാൻ ആകെ തകർന്നു, വലിയ പ്രശ്നത്തിലായിപ്പോയി, കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയി. അത് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ നമ്മുടെ പരിമിതി കൊണ്ടാണ്. പക്ഷെ പരിമിതി ഇല്ലാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് പലതും അസാധ്യമാണ്, ദൈവത്തിന് അസാധ്യം എന്ന് പറഞ്ഞ ഒന്നില്ല. ആ ദൈവമാണ് കൂടെ ഉള്ളത് എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ അത് ഒരു വാക്യം മാത്രം വായിക്കുന്നില്ല, ഓർപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗം പറയാം എന്ന് വിചാരിക്കുകയാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലാണ് സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നത്. സോദോം ഗൊമോറയെ നശിപ്പിക്കുമ്പോൾ അവിടേക്ക് ഈ അബ്രഹാമിന് 18-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന 3 ദൂതന്മാർ അവിടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ലോത്തൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. നീതിമാനായ ലോത്ത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ലോത്തും കുടുംബം അവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾ പിന്നീട് 19-ാം അധ്യായം വായിച്ചു നോക്കുക, ഉൽപ്പത്തി 19. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ പറയുന്നു. അപ്പോൾ ലോത്ത് പറയുന്നു, അയ്യോ പർവ്വതം വളരെ ദൂരെയാണ്, തൊട്ടടുത്ത ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാം, അത് അല്ലെങ്കിൽ ഓടിച്ചെന്ന് രക്ഷപ്പെടാം, പർവ്വതം വരെ ഓടാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ദൈവം അത് സമ്മതിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പർവ്വതം വരെ ഓടാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ അതും കേട്ടയോ, നമ്മുടെ കർത്താവ് എത്ര മനസ്സിലുള്ള കർത്താവാണ്, ദയയുള്ള കർത്താവാണ്, വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം എന്നും അല്ല പറഞ്ഞത്. അവിടെ നിന്ന് എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോയി രക്ഷപ്പെടുക. ഇനി നമ്മൾ ആ അധ്യായത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ വന്ന ദൂതന്മാര് ലോത്തിനെയും ഭാര്യയെയും മക്കളെ കൈക്ക് പിടിച്ച്, അത് ഒന്ന് വായിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 19-ാം അധ്യായം ഉൽപ്പത്തി 19 വേഗം എടുത്താൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിക്കാം. 16 ഒന്ന് വായിച്ചാട്ടെ. 16. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി. മതി, അത്രയും മതി. അവിടുന്ന് മറ്റു പല വാക്യങ്ങൾ വായിക്കാൻ ഞാൻ കരുതിയിരുന്നു, സമയം തീർന്നുകൊണ്ട് വായിക്കുന്നില്ല. നോക്കുക, അവരെ ആ ദേശം നശിപ്പിക്കാൻ പോകും. ഒരാളെ പോലും ശേഷിപ്പിക്കുന്നില്ല, മുഴുവൻ പേരെ നശിപ്പിക്കുമ്പോൾ അതിനിടയ്ക്ക് ഇവരെ രക്ഷിക്കണം, ഇവർക്കൊരു പോക്കുവഴി കൊടുക്കണം. ലോത്തിന് ആ പരീക്ഷയുടെ നടുവിൽ ഒരു പോക്കുവഴി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ദൂരോട്ട് പോകാൻ വയ്യാന്ന് പറയുമ്പോൾ വേണ്ട, അടുത്ത് തന്നെ കൈക്ക് പിടിച്ച് പുറത്താക്കിയെന്നാണ് പറയുന്നത്. പോക്കുവഴി കൊടുക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് പോക്കുവഴി ഉണ്ടാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ദാനിയേൽ പ്രവചനത്തിലേക്ക് പോകാമെങ്കിൽ അവിടെ കാണാം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ തീച്ചൂളയിലിട്ടപ്പോൾ പോക്കുവഴി കൊടുത്തു. കൂടെ 4 പേര്, 3 പേരെ ഇട്ട് 4 പേര്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ഒരു ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായടച്ച് പോക്കുവഴി കാണിക്കുന്നു. പോക്കുവഴി ഉണ്ടാക്കും. ഓർക്കുക, പരീക്ഷ നമുക്കുണ്ട്. നമ്മൾ ആ ഭാഗം പഠിപ്പിക്കുന്ന ഒരു പരമസത്യമുണ്ട്. പരീക്ഷ ഒഴിവാക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. പരീക്ഷ ഇല്ലാതെ, ഒരു പരിശോധനയില്ലാതെ നിങ്ങളെ നടത്താം എന്ന് പറഞ്ഞിട്ടില്ല. പരീക്ഷയുണ്ട്, പക്ഷെ പോക്കുവഴി തരാം. പരീക്ഷയുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്തത് തരത്തില്ല. പരീക്ഷയുണ്ട്, സഹിപ്പാൻ കഴിയാത്തത് തരത്തില്ല. പരീക്ഷയുണ്ട്, പോക്കുവഴിയും തരാം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കൂടെ നിന്ന് പോക്കുവഴി ഒരുക്കുന്ന ഈ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. കേട്ട എല്ലാവർക്കും സ്നേഹ വന്ദനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.